അപ്പൊ തുടങ്ങാം അല്ലേ? നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് തച്ചോട്ടം മഞ്ചാടിയിൽ 4.5 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 4 BHK കൂടിയ ഒരു കിടിലം പ്രോപ്പർട്ടിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും 200 മീറ്റർ മാത്രം മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ 2 സൈഡിലായിട്ടും നല്ല രീതിയിലുള്ള ടാറിങ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും നല്ല രീതിയിലുള്ള ടാറിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ വലിയ 2 വാഹനങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പാർക്ക് ഇടാൻ പറ്റും. അത്രയ്ക്ക് വലിയൊരു മുറ്റം ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്തിടാൻ പറ്റും. ഈ വീടിന്റെ വാട്ടർ സോഴ്സ് ആയിട്ട് നമുക്ക് കിണറാണ് കൊടുത്തിട്ടുള്ളത്. പൈപ്പിൽ കഴിഞ്ഞ് വേണമെങ്കിൽ എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ ഗേറ്റും ഈ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ ഗേറ്റുമാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ചെറിയ ഗാർഡൻ വർക്കുകൾ ഇതിന്റെ ഫ്രണ്ടിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന് ചെറിയ രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ട് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീട് പടിഞ്ഞാറ് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിന്റെ സിറ്റ് ഔട്ടിൽ തന്നെ സിറ്റ് ഔട്ടിന്റെ സൈഡിലെ ചുവരിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള സ്റ്റോൺ വർക്കിലുള്ള ഒരു ഡിസൈനിങ് ഇവർ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ സ്റ്റോൺ വർക്കിൽ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ഫ്രണ്ട് ഡോർ വരുന്നത് തേക്കിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് ഹാളിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാൾ തന്നെ ഇവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഹാളിന്റെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെയറിന്റെ സൈഡ് അവർ പാഴാക്കി കളയാതെ ചെറിയ രീതിയിലുള്ള ഗ്രാസ് വർക്ക്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റെയറിന്റെ അടിയിലായിട്ട് നമുക്ക് ഇൻവേർട്ടർ ഒക്കെ വയ്ക്കാനുള്ള ഒരു കബോർഡ് സെറ്റപ്പ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇൻവേർട്ടർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കബോർഡ് സെറ്റപ്പ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ഹാളിൽ നിന്ന് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല പാനലിംഗ് വർക്കോട് കൂടിയ ഒരു TV യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഹാളിലിരുന്നും അതേപോലെ ഡൈനിങ് ഏരിയയിലിരുന്നും കിച്ചണിൽ നിന്നൊക്കെ TV കാണാൻ പറ്റുന്ന രീതിയിലുള്ള റൊട്ടേറ്റിംഗ് ടൈപ്പ് TV യൂണിറ്റ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മനോഹരമായ രീതിയിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡൈനിങ് ഹാളിലിരുന്ന് നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ സൈഡിലോട്ട് ഡൈനിങ് ഏരിയയുടെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഡിസൈനിങ് വർക്കോട് കൂടിയ ഒരു വാഷ് ബേസിൻ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റ് വർക്കോട് കൂടിയ വാഷ് ബേസിൻ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ V-Guardന്റെ VLC ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല കമ്പനിയായ V-Guardന്റെ VLC ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കബോർഡ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള നൂതന മോഡലിലുള്ള കിച്ചൺ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ചിമ്മിനി ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ചിമ്മിനി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കിച്ചണിൽ നിന്ന് ഇപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു വർക്ക് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വർക്ക് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വർക്ക് ഏരിയയിൽ നല്ല രീതിയിൽ മുകളിലൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള നിലയൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. നല്ല രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ വർക്ക് ഏരിയ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്നിടത്ത് സാധാരണ വീടുകളിൽ ഇത്ര സ്പേസ് കാണാറില്ല. നല്ല സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു നനകല്ല് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്ക് ഈ ബെഡ്റൂമിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 ജനാലകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ വലിപ്പമുള്ള 2 ജനാലകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള വാൾഡ്രോപ്പ് ഇവർ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വാൾഡ്രോപ്പ്. ആ വാൾഡ്രോപ്പിനോട് ചേർന്ന് തന്നെയാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഉള്ളത്. ഡ്രസ്സിംഗ് യൂണിറ്റിലെ ഗ്ലാസ്സിലും നല്ല രീതിയിലുള്ള കബോർഡ് വർക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന രീതിയിലുള്ള കബോർഡ് വർക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ നീറ്റായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിലുള്ള ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല സെറ കമ്പനിയുടെ പ്ലംബിംഗ് വർക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാനുള്ള പടിക്കെട്ടിലെ ഹാൻഡ് റെയിലൊക്കെ വുഡ് വർക്കിലാണ്, നല്ല രീതിയിലുള്ള തടിപ്പണിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളെ ഈ
മുകളിലോട്ട് പോകുന്ന ചുവരിൽ, ഈ സൈഡിലെ ചുവരിൽ നല്ല രീതിയിലുള്ള ടെസ്റ്റ് വർക്കുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പടിക്കെട്ടി കയറി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് നമുക്ക് നിൽക്കാനും നടക്കാനും പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം സ്പേസ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പടിക്കെട്ടിന്റെ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ലൈറ്റ് വർക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്, മനോഹരമായ രീതിയിൽ ലൈറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്പേസിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ബാൽക്കണി, നമുക്ക് പുറം കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ബാൽക്കണി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബാൽക്കണിയുടെ സൈഡിലായിട്ടുള്ള ചുവരിൽ തന്നെ നല്ല രീതിയിൽ സ്റ്റോൺ വർക്കിലൂടെ ഉള്ള ഡിസൈൻ വർക്കുകളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ചെറിയ പടിക്കെട്ടി കയറി വരുന്ന സ്പേസിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു സ്പേസ് ഇവരിവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ, സോഫയിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ സ്പേസ് കൊടുക്കുന്നുണ്ട്. അതിനോട് ചേർന്നതോടെ തന്നെ നല്ലൊരു ടി വി യൂണിറ്റ്, നമുക്ക് ടി വി ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു ടി വി യൂണിറ്റ് ഇവര് നമുക്ക് കമ്പ്യൂട്ടറൊക്കെ വെക്കാനും കുട്ടികൾക്ക് പഠിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ടി വി യൂണിറ്റും ചെറിയ രീതിയിലുള്ള ഒരു കബോർഡ് വർക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ നല്ല വലിപ്പത്തിലുള്ള ഒരു വാർഡ്രോബ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു വാർഡ്രോബ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 ജനാലകളാണ് ഈ ബെഡ്റൂമിൽ ഇവർ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് മൂന്നാമത്തെ ബെഡ്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള ബെഡ്റൂമിലൊക്കെ കണ്ടതുപോലെ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 ജനാലകളാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പത്തിലുള്ള ഒരു വാൾഡ്രോപ്പ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്ലംബിംഗ് വർക്കൊക്കെ, ടൈൽ വർക്കൊക്കെ ഇവിടുത്തെ ബാത്റൂമിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിലും മറ്റുള്ള ബെഡ്റൂമിൽ നമ്മൾ കണ്ടതുപോലെ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു വാൾഡ്രോപ്പ് ഇവരുടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഡ്രസ്സൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ഒരു വാൾഡ്രോപ്പ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു പ്ലംബിംഗ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിലേക്ക് നല്ല രീതിയിലുള്ള പ്ലംബിംഗ് വർക്കും ടൈൽ വർക്കും ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിലുള്ള 2 ജനാലകളാണ് അവർ കൊടുത്തിട്ടുള്ളത്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയൊരു ബാൽക്കണി, നമുക്ക് പുറം കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ചെറിയൊരു ബാൽക്കണി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബാൽക്കണിയുടെ സൈഡിലെ തൂണിലൊക്കെ നല്ല രീതിയിലുള്ള സ്റ്റോൺ വർക്കുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീടിന്റെ വാട്ടർ സ്റ്റോറേജ് എന്ന് പറയുന്നത് കേളചന്ദ്രയുടെ 750 ലിറ്ററിന്റെ 2 വാട്ടർ ടാങ്കുകളാണ്. ഇത്രയും മനോഹരമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇത്രയും സ്പെസിലിറ്റീസോട് കൂടിയ ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 85 ലക്ഷം രൂപ മാത്രമാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങിക്കണമെന്ന ആഗ്രഹമുള്ളവർ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.